ഹൈ ഓൾ, വെൽക്കം ടു നോലുമി. ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഗേറ്റ് 2026 വെബ്സൈറ്റ് അപ്പായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് അതിൻ്റെ കുറച്ച് ഡേറ്റുകളിലേക്ക് നോക്കാം. അതായത് ആഗസ്റ്റ് 25 രജിസ്ട്രേഷൻ പോർട്ടൽ ഓപ്പൺ ആവുന്നത്. അതുപോലെ തന്നെ സെപ്റ്റംബർ 25 വരെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും വിത്തൗട്ട് ലേറ്റ് ഫീ. വിത്ത് ലേറ്റ് ഫീ ആണെങ്കിൽ നിങ്ങൾക്ക് ഒക്ടോബർ 6 വരെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത് മാർച്ച് 19, 2026 ഓക്കെ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ എക്സാമിനേഷൻ ഡേറ്റ് എടുത്ത് നോക്കിയാൽ ഫെബ്രുവരി 7, 8, അതുപോലെ തന്നെ ഫെബ്രുവരി 14, 15, 2026 എക്സാം നടക്കുന്നത്. ഓക്കെ, അതാണ് ഇതിൻ്റെ ഡേറ്റുകളുടെ കാര്യം കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, അപ്പം ഗേറ്റ് വണ്ണിൽ ഓപ്പർച്യൂണിറ്റീസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും മാസ്റ്റേഴ്സ് എംടെക്കിന് അഡ്മിഷൻ കിട്ടും. അതുപോലെ തന്നെ മാസ്റ്റേഴ്സിന് അതിന് അഡ്മിഷൻ എടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഡോക്ടറൽ പ്രോഗ്രാംസിന്, അതായത് PhD പ്രോഗ്രാംസിന് അഡ്മിഷൻ കിട്ടും എംടെക് ഇല്ലാതെ ഡയറക്റ്റ്ലി. ഓക്കെ, പിന്നെ ഫിനാൻഷ്യൽ സൈഡ് വരുമ്പോൾ നിങ്ങൾക്ക് എംടെക് എടുക്കുകയാണെങ്കിൽ മാസ്റ്റേഴ്സ് പ്രോഗ്രാംസ് നിങ്ങൾ ഏകദേശം 1400, അതായത് 12,400 പെർ മന്ത് സ്റ്റൈപ്പൻഡ് കിട്ടും. പിന്നെ അതുപോലെ തന്നെ PhD പ്രോഗ്രാംസ് ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 37,000 പെർ മന്ത് സ്റ്റൈപ്പൻഡ് കിട്ടും ഫോർ 2 ഇയർ. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് 3 ഇയേഴ്സിലേക്ക് 42,000 പെർ മന്ത് സ്റ്റൈപ്പൻഡ് ഉണ്ടാവും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഫിനാൻഷ്യൽ സൈഡിലുള്ള ബെനിഫിറ്റ്സ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ PSU കമ്പനീസ് അവരുടെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിൽ ഗേറ്റിന്റെ സ്കോർ കൺസിഡർ ചെയ്യാറുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് ഒരു ഓവറോൾ ഗേറ്റിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയണ്ടാവും ഒരു സ്റ്റുഡൻറ്റ് 2 പേപ്പർ എഴുതാൻ പറ്റും ഗേറ്റിൽ. അപ്പം അതിൻ്റെ സിലബസും അതിൻ്റെ ഡീറ്റെയിൽസും നിങ്ങൾക്ക് നിങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് നിങ്ങൾ എഴുതുന്ന പേപ്പർ എഴുതാനനുസരിച്ച് വെബ്സൈറ്റിൽ കയറിയാൽ കിട്ടും. വെബ്സൈറ്റ് ലിങ്ക് നമ്മൾ എന്തായാലും ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് കൊടുക്കാം. നെക്സ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ നോക്കാം. അതിൻ്റെ അകത്ത് എല്ലാവർക്കും അറിയേണ്ട കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. 3 ഹവറിലുള്ള ഒരു എക്സാം ആണ്. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് 3 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവാറ്. അതിൻ്റെ അകത്ത് ഫസ്റ്റ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ, അതായത് ഓപ്ഷൻസ് ഉണ്ട്, അതിൻ്റെ അകത്ത് ഒരു കറക്റ്റ് ആൻസർ ചൂസ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻ, അതായത് ഓപ്ഷൻസ് ഉണ്ട്, അതിൻ്റെ അകത്ത് ഒന്നും കൂടുതൽ കറക്റ്റ് ആൻസേഴ്സ് ഉണ്ടാവും, അത് ചൂസ് ചെയ്യുക. പിന്നെ തേർഡ് വരുന്നത് ന്യൂമറിക്കൽ ടൈപ്പ്, ന്യൂമറിക്കലായിട്ട് ആൻസർ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പം അതിൻ്റെ അകത്ത് നമ്മൾ എഞ്ചിനീയറിംഗ് ഈ ഏരിയയുള്ളത് എടുത്തു നോക്കിയാൽ അതിൻ്റെ അകത്ത് 15 മാർക്ക് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ആയിരിക്കും. അതുപോലെ തന്നെ 13 മാർക്ക് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് ആയിരിക്കും. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത് നിങ്ങൾ കോർ ക്വസ്റ്റ്യൻസ് ആണ്, അതായത് നിങ്ങൾ എടുത്തത് അതിൻ്റെ കോർ ക്വസ്റ്റ്യൻസ് 72 മാർക്കായിരിക്കും കോർ ക്വസ്റ്റ്യനകത്ത് ഉണ്ടാവുക. അപ്പോൾ മൊത്തം 100 മാർക്കാണ് എക്സാം ഉണ്ടാവുക. അതിൻ്റെ അകത്ത് മാർക്കിങ്ങിൻ്റെ നോക്കിയാൽ 1 മാർക്കുള്ള ക്വസ്റ്റ്യനും ഉണ്ടാവും, 2 മാർക്കുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അപ്പം അതിൻ്റെ നെഗറ്റീവ് മാർക്കിംഗ് സൈഡ് നോക്കിയാൽ 1 മാർക്കുള്ള ക്വസ്റ്റ്യന് നെഗറ്റീവ് ആയാൽ 1/3യും 2 മാർക്കുള്ള ക്വസ്റ്റ്യന് റോങ് ആൻസർ ആയാൽ 2/3 റെഡ്യൂസ് ചെയ്യുക. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ആൻസർ ഉള്ള ക്വസ്റ്റ്യൻസിൻ്റെ അകത്ത് നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് ഫുൾ ആൻസർ ശരിയായാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ, അല്ലാണ്ട് മാർക്ക് കിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ന്യൂമറിക്കൽ ആൻസറിനും നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കാം. അതായത് BTech സ്റ്റുഡൻസിൻ്റെ പെർസ്പെക്റ്റീവ് പറയുമ്പം 3rd ഇയറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിനും 3rd ഇയറിൻ്റെ എബോ, അതായത് 3rd ഇയർ 4th ഇയർ പാസ് ഔട്ട് ആയ സ്റ്റുഡൻസിനും ഗേറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ആപ്ലിക്കേഷൻ ഫീ ആണ്. അതായത് ഫീമെയിൽ SC ST PW സ്റ്റുഡൻസിന് 1000 ആണ് ലേറ്റ്, അതായത് സെപ്റ്റംബർ 25 മുമ്പ് അപ്ലൈ ചെയ്യുമ്പം. അതിന് ശേഷമാണെങ്കിൽ 1,500 രൂപ, 1,500 ആണ്. അല്ലാതെ എല്ലാവർക്കും 2,000 rupees ആണ് ലേറ്റ് ഫീ ഇല്ലാണ്ട്. ലേറ്റ് ഫീ ആണെങ്കിൽ 2,500, 2,500 rupees ആണ്. പിന്നെ അതുപോലെ തന്നെ ഇതൊരു സിംഗിൾ പേപ്പറിൻ്റെ പേയ്മെൻ്റ് ആണ്. നിങ്ങൾ 2 പേപ്പർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഈ സെയിം എമൗണ്ട് പിന്നെയും കൊടുക്കണം. അപ്പം ഗേറ്റിനെ കുറിച്ചൊരു ഓവറോൾ ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഇന്ത്യയിൽ ഹയർ സ്റ്റഡീസ് നോക്കുന്ന ഒരാൾ, അതുപോലെ തന്നെ PSU കമ്പനീസിൽ ജോലി നോക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഗേറ്റ്. നിങ്ങൾ 3rd ഇയർ ആണെങ്കിൽ പോലും അപ്ലൈ ചെയ്യുക, പോയി നല്ല രീതിക്ക് പെർഫോം ചെയ്യുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ അകത്ത് ഗേറ്റ് റിലേറ്റഡും അല്ലാത്ത എഞ്ചിനീയർ സ്റ്റുഡൻസ് റിലേറ്റഡ് കുറേ വീഡിയോസ് ഇനി വരുന്നുണ്ട്. സോ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.